आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. महादेवी वर्मा द्वारा रचित रेखा चित्र सोना हिरणी. पिछले कक्षा में हमने पढ़ा कि महादेवी वर्मा मानती है कि अगर हम पशुओं को प्यार करेंगे तो वे भी ज़रूर हमें प्यार करेंगे. उसका एक उदाहरण भी वो बताती है. कालिदास की नाटक अभिज्ञान शाकुंतलम का शकुंतला, जब वह अपनी घर से यानी आश्रम से विदा लेते समय उनकी पालती मृगचौना उसे रोकती है. साथ ही नहीं, लोकगीतों की मर्म स्पर्शिता में भी मृगों का विशेष योगदान रहता है. पशु मनुष्य के निश्चल स्नेह से परिचित रहते हैं, उनकी ऊंची नीची सामाजिक स्थितियों से नहीं. ये सत्य महादेवी वर्मा को सोना से अनायास प्राप्त हो गया. अनेक विद्यार्थियों से सोना को कोई लेना देना नहीं था. इतना ही हम पिछले कक्षा में पढ़े थे. चलते हैं आगे की ओर. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു സോന എന്ന മാൻകുട്ടി മാത്രമല്ല, മറ്റെല്ലാ മൃഗങ്ങളും മനുഷ്യനോട് സ്നേഹം മാത്രമാണ് പ്രകടിപ്പിക്കുന്നത്. അവർക്ക് വേറെ ഒന്നും അറിയില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് കാളിദാസൻ്റെ വിശ്വവിഖ്യാതമായ നാടകം അഭിജ്ഞാന ശാകുന്തളത്തിലെ ശകുന്തളയോട് അവർ വളർത്തിയ മാൻകുട്ടി കാണിച്ച സ്നേഹം. ആശ്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്, അവരോടൊക്കെ വിട പറഞ്ഞ് പോകുന്ന സമയത്ത് ശകുന്തളയെ തടയുന്നത് ആ മാൻകുട്ടിയാണ്. അത്രയ്ക്കും കടപ്പാടും സ്നേഹവും അതിനുണ്ട്. കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് ശകുന്തള ആ മാൻകുട്ടിയെ രക്ഷിച്ചെടുത്തത്. ദർഭപ്പുല്ലിൻ്റെ മുള്ള് തട്ടി അതിൻ്റെ മുഖം മുറിഞ്ഞിരുന്നു. അതൊക്കെ ഭേദമാക്കിയത് ശകുന്തളയായിരുന്നു. ആ നന്ദിയാണ് അവരോട് ആ മൃഗം കാണിച്ചത്. സാഹിത്യത്തിൽ മാത്രമല്ല, ലോകഗീതങ്ങളിലും മൃഗത്തെപ്പറ്റി, മാനിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. वो तो उस दृष्टि को पहचानती थी जिसमें उसके लिए स्नेह छलकता था, और उन हाथों को जानती थी जिन्होंने यत्नपूर्वक दूध की बोतल उसके मुख से लगाई थी. സോനയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളോട് സോനയ്ക്ക് ഒരു നേട്ടവുമില്ല. വിദ്യാർത്ഥികളിൽ നിന്ന് ഒന്നും നേടാനില്ല. പക്ഷേ അവൾ ഒരാളെ മനസ്സിലാക്കിയിരുന്നു, തിരിച്ചറിഞ്ഞിരുന്നു, നമ്മുടെ മഹാദേവി വർമ്മയെ. वो तो उस दृष्टि को पहचानती थी जिसमें उसके लिए സോന ഹിരണിക്ക് വേണ്ടിയിട്ട് മുമ്പ് സ്നേഹ ചലക്താ था, और उन हाथों को जानती थी जिन्होंने यत्नपूर्वक दूध की बोतल उसके मुख से लगाई थी. മരിക്കുമോ ജീവിക്കുമോ എന്ന ഒരവസ്ഥയിൽ നിന്നാണ് മഹാദേവി വർമ്മ അതിനെ എടുത്തു വളർത്തിയത്. അതുപോലെ പാല് കുടിപ്പിച്ചതൊക്കെ ഏത് കൈകളാണെന്നും ആരുടെ സ്നേഹമാണെന്നും ആ ഹിരണിക്ക്, ആ മാനിന് തിരിച്ചറിയാമായിരുന്നു. ആ ഒഴുകുന്ന സ്നേഹം, ചലക്ത എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന,
ഉൻ ഹാത്തോ കോ ജാൻതി തി, ആ കൈകളെ അറിയാമായിരുന്നു നമ്മുടെ സോന ഹിരണിക്ക്. ജിനോനെ യത്നപൂർവ്വക് ദൂത് കി ബോത്തൽ ഉസ്കെ മുഖ് സെ ലഗായി തി. വളരെ പരിശ്രമിച്ചിട്ടാണ് ആ പാലിൻ്റെ കുപ്പി നമ്മുടെ മാനിൻ്റെ വായ്ക്കകത്ത് വെച്ചത് നമ്മുടെ മഹാദേവി വർമ്മ. ആ കാര്യം നമ്മുടെ സോനയ്ക്ക് ഓർമ്മയുണ്ട്. ആ നന്ദി, കടപ്പാട് എല്ലാം മൃഗങ്ങൾക്കുമുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. यदि सोना को अपने स्नेह की अभिव्यक्ति के लिए मेरे सिर के ऊपर से कूदना आवश्यक लगेगा तो वह कूदेगी ही. നമുക്കറിയാം, സോനയുടെ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നത്, മഹാദേവി വർമ്മയോട് പ്രകടിപ്പിക്കുന്നത് മഹാദേവി വർമ്മയുടെ തലയ്ക്ക് മുകളിലൂടെ ചാടിയിട്ടാണ്. അത് അവൾക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ അത് അവൾ ചാടുക തന്നെ ചെയ്യും. കൂതന എന്ന് പറഞ്ഞാൽ ചാടുക. മേരി കിസി അന്യ പരിസ്ഥിതി സെ പ്രഭാവിത് ഹോന ഉസ്കെ ലിയെ സംഭവ ഹി നഹി ത. അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റു പരിസ്ഥിതിയുമായി സ്വാധീനിക്കുക അവളെ സംബന്ധിച്ചത് അസാധ്യമായിരുന്നു. അത് സംഭവമായിരുന്നില്ല. അതായത് അവളോട് സ്നേഹം കാണിക്കണം, അവളുമായിട്ട് കളിക്കണം, അത് വിട്ട് മറ്റൊരു ചുറ്റുപാടിലേക്ക് മഹാദേവി വർമ്മ പോകുക എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. കുത്ത സ്വാമി ഒരു സേവക കാ അന്തർ ജാനതാ ഹൈ. നായയെ സംബന്ധിച്ചിടത്തോളം സ്വാമി ആരാണെന്നും സേവക ആരാണെന്നും അതിൻ്റെ അന്തർ എന്താണെന്നും അതിന് മനസ്സിലാവും, നായ്ക്ക് മനസ്സിലാവും. സ്വാമി എന്ന് പറഞ്ഞാൽ യജമാനൻ, സേവകൻ എന്ന് പറഞ്ഞാൽ വേലക്കാരൻ. വേലക്കാരനെന്നും യജമാനെന്നും കുത്തയ്ക്ക് മനസ്സിലാവും. और स्वामी की स्नेह या क्रोध की प्रत्येक मुद्रा से परिचित रहता है. അതുപോലെ തന്നെ നായയെ വളർത്തുമ്പോൾ നായ്ക്ക് സ്വാമിയുടെ യജമാനൻ്റെ സ്നേഹത്തെപ്പറ്റിയും ദേഷ്യത്തെപ്പറ്റിയും, എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കുക, എങ്ങനെയൊക്കെയാണ് ക്രോധം പ്രകടിപ്പിക്കുക, അതൊക്കെ പരിചിതമാണ് നായ്ക്കൾക്ക്. स्नेह से बुलाने पर वह गदगद होकर निकट आ जाता है और क्रोध करते ही सभीत और दयनीय बनकर धबक जाता है. സ്നേഹത്തോടു കൂടി വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടുത്തേക്ക് വരികയും, അതുപോലെ ദേഷ്യം കാണിക്കുന്ന സമയത്ത് പേടിച്ചിട്ടാണ്, അതുപോലെ ദയനീയ അവസ്ഥയിലാണ് എവിടെയെങ്കിലും പോയിട്ട് ഒളിക്കുന്നത്. ദുബക് ജാന ക മത്ലബ് ചിപ്ന, ഒളിക്കുക. ഇതൊക്കെ നായ്ക്കളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആരാണ് യജമാനെന്നും ആരാ വേലക്കാരനെന്നും അതിന് മനസ്സിലാവും. സ്നേഹത്തോടു കൂടി വിളിക്കുകയാണെങ്കിൽ അത് ഓടി വരും. ഇനിയിപ്പോൾ ക്രോധം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് എവിടെയും പോയിട്ട് ഒളിക്കും, നായ്ക്കളാണെങ്കിൽ. പർ ഹിരൺ ഈ അന്തർ നഹി ജാനത. പക്ഷേ മാനുകൾ അല്ലെങ്കിൽ മാൻ ഈ ഒരു വ്യത്യാസം അവർക്കറിയില്ല. അഥ ഉസ്ക അപ്നെ പാലനെ വാലെ സെ ഡർന കഠിൻ ഹെ. മാനിനെ ആരാണോ വളർത്തുന്നത് അവരെ പേടിക്കുക എന്ന കാര്യം അത് കഠിനമാണ്. അതായത് മാനുകൾക്ക് അവരെ പേടിയില്ല, ആ ഒരു ബോധം അവർക്കില്ല. यदि उस पर क्रोध किया जावे तो वह अपनी चकित आंखों में और अधिक विस्मय भरकर पालने वाले की दृष्टि से दृष्टि मिलाकर खड़ा रहेगा. ഇനി അഥവാ മാനുകളോട് നമ്മൾ ക്രോധം കാണിക്കുകയാണെങ്കിൽ മാനുകൾ
നമ്മുടെ കണ്ണുകളിലേക്ക് വിസ്മയത്തോടെ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് ചെയ്യുക. അതും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ചെയ്യുക. മാനോ പൂച്ച്താ ഹോ ക്യാ യേ ഉചിത് ഹേ. ആ നോട്ടം കണ്ടാൽ നമുക്ക് തോന്നും നമ്മളോടിങ്ങനെ ചോദിക്കുന്നത് പോലെ, എങ്ങനെ, ഉചിതമാണോ എന്ന രീതിയിൽ. ഈ ദേഷ്യപ്പെട്ടത് ഉചിതമാണോ എന്ന രീതിയിലാണ് നോക്കുന്നത്. ആ നോട്ടം കണ്ടാൽ തന്നെ നമുക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നില്ല എന്നാണ് ഇവിടെ മഹാദേവി വർമ്മ പറയുന്നത്. വ കേവൽ സ്നേഹ പഹചാൻതാ ഹൈ, ജിസ്കി സ്വീകൃതി ജതാനെ കെ ലിയെ ഉസ്കി വിശേഷ ചേഷ്ടായേ ഹൈ. മാനുകൾക്ക് സ്നേഹം മാത്രം തിരിച്ചറിയാനേ സാധിക്കുകയുള്ളൂ. ആ കഴിവ് മാത്രമേ ഉള്ളൂ. जिसके स्वीकृति जताने के लिए उसकी विशेष चेष्टाएं हैं. സ്നേഹത്തോടെയാണോ വിളിക്കുന്നത് എന്ന് അറിയുന്നതിനായി ചില പ്രത്യേക രീതി അതിനുണ്ട്, മാനുകൾക്കുണ്ട്. मेरी बिल्ली गोदूली, कुत्ते हेमंत वसंत, कुत्ती फ्लोरा सब पहले इस नए अतिथि को देखकर रुष्ट हुए, परंतु सोना ने थोड़े ही दिनों में सबसे सख्य स्थापित कर लिया. സോന ഹിരണി വരുന്നതിന് മുന്നേ ആ മഹാദേവി വർമ്മയുടെ വീട്ടിൽ വേറെ ചില അംഗങ്ങളുമുണ്ട്. മഹാദേവി വർമ്മ വളരെ വലിയ ഒരു മൃഗസ്നേഹിയാണെന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാം. ബില്ലി ഗോദൂലി, ഗോദൂലി എന്ന് പറയുന്ന ബില്ലി, കുത്തെ ഹേമന്ത് വസന്ത്, നായ്ക്കളായ ഹേമന്തും വസന്തും, കുത്തി ഫ്ലോര, പട്ടിയായ ഫ്ലോറ, सबसे पहले इस नए अतिथि को देखकर रुष्ट हुए. ഈ പുതിയ അതിഥിയെ കണ്ട്, നമ്മുടെ സോന ഹിരണിയെ കണ്ടിട്ട് എല്ലാവർക്കും ആദ്യമൊക്കെ വെറുപ്പ് തോന്നി. ആർക്ക്? ബില്ലി ഗോദൂലി, കുത്തെ ഹേമന്തും വസന്തും, കുത്തി ഫ്ലോറയ്ക്കും. परंतु सोना ने थोड़ी ही दिनों में सबसे सख्य स्थापित कर लिया. പക്ഷേ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, സഖ്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്, അവിടെ സ്ഥാപിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അത് മുമ്പും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മഹാദേവി വർമ്മയായിട്ടും അടുത്തുള്ള ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുമായിട്ടും ഒക്കെ വളരെ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. അതിൽ വളരെ വലിയ കഴിവാണ് സോന ഹിരണിക്ക്. फिर तो वह घास पर लेट जाती और कुत्ते बिल्ली उस पर उछलते कूदते रहते. അങ്ങനെ അവർ ഫ്രണ്ട്ഷിപ്പ് ചങ്ങാത്തത്തിലായി. फिर तो वह घास पर लेट जाती, പുല്ലിലൊക്കെ പോയി കിടക്കുന്ന സമയത്ത് സോന ഹിരണിയുടെ കൂടെ നായ്ക്കളും പൂച്ചയും ഒക്കെ ചാടി മറിഞ്ഞ് അവർ കളിക്കും. घास पर लेट जाती और कुत्ते बिल्ली उस पर उछलते कूदते रहते, ചാടി മറിയുക. कोई उसके कान खींचता, कोई पैर. ആരെങ്കിലുമൊക്കെ നമ്മുടെ സോന ഹിരണിയുടെ ചെവിട് വലിക്കും, അതായത് കുത്തയോ ബില്ലിയോ. അതുപോലെ കോയി പായർ, ചിലരാണെങ്കിൽ കാല് വലിക്കും, പിടിച്ചു വലിക്കുക അല്ലെങ്കിൽ കടിച്ചു വലിക്കുക. जब वे इस खेल में तन्मय हो जाते तब वो अचानक चौकड़ी भरकर भागती. ഇവരെല്ലാവരും പാടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇത് കളിക്കുന്നത്. പെട്ടെന്നായിരിക്കും പരിഭ്രമിച്ചു പോവുക. ചൗക്കടി ഭർണക്ക മത്ലബ് പരിഭ്രമിക്കുക. और वे गिरते पड़ते उसके पीछे दौड़ लगाते.
അപ്പോൾ ഇങ്ങനെ ചെവിടും കാലൊക്കെ കടിച്ച് വലിക്കുന്ന സമയത്ത് ഒന്ന് പരിഭ്രമിച്ച് പോവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സോനാഹിരണി ഓടുന്ന സമയത്ത് അതിൻ്റെ പിന്നാലെയായിട്ട് ഇവരും ഓടും. വീണ് ഉരുണ്ട് ഗിർത്തെ പടുത്തെ വീണ് ഉരുണ്ടുകൊണ്ടാണ് സോനഹിരണിയുടെ പിന്നാലെ ഓടിക്കളിക്കുകയാണ്. ചില പൂച്ചകളെ ശ്രദ്ധിച്ചാൽ കാണാം ഓടിക്കളിക്കുന്നതൊക്കെ. वर्ष भर का समय बीत जाने पर सोना हरिण शावक से हरिणी में പരിവർത്തിത് होने लगी. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സോന മാൻകുട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മാൻകുഞ്ഞിൽ നിന്ന്, ഷാവക് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അല്ലെങ്കിൽ കുട്ടി എന്നാണ് അർത്ഥം, ഹരിണിമേ പരിവർത്തിത് होने लगी, മാൻപേടയായിട്ട് മാറി. അതായത് അതിന് പ്രായപൂർത്തിയായി. उसके शरीर के पीताम्ब रोए ताम्रवर्णी झलक देने लगे. അതിൻ്റെ ശരീരത്തിലെ മഞ്ഞ രോമം, പീതാമ്പ് റോയെ എന്ന് പറഞ്ഞാൽ രോമമാണ്. പീതാമ്പ് എന്ന് പറഞ്ഞാൽ മഞ്ഞ, യെല്ലോ. ആ മഞ്ഞ രോമം, സ്വർണ്ണക്കളർ രോമം, താമ്രവർണ്ണി ജലക് ദേനെ ലഗി. താമ്രവർണ്ണി എന്ന് പറഞ്ഞാൽ ചെമ്പ് നിറമാണ്. അത് തിളങ്ങാൻ തുടങ്ങി. ജലക് ദേനെ ലഗി, അതായത് പ്രായപൂർത്തിയായി, അതിനനുസരിച്ചിട്ടുള്ള ഭംഗിയും ശരീരവടിവും ആകാരമൊക്കെ ഉണ്ടായി എന്നാണ് അർത്ഥം. टांगे अधिक सुडौल और कुरों के कालेपन में चमक आ गई. കാലുകൾ, ടാങ്കെ എന്ന് പറഞ്ഞാൽ കാലുകളാണ്, പയർ. അധിക സുഡോൽ, വടിവത്തതായി. സുഡോൽ എന്ന് വടിവത്ത്. കാലുകൾക്കൊക്കെ ബലവും വടിവത്തതൊക്കെയായി. ഒരു കുറോക്കെ കാലേപ്പൻ മേ ചമക് ആ ഗയി. കുറോ എന്ന് പറഞ്ഞാൽ കുളമ്പാണ്, നഖം, കുളമ്പ്. അതിന് കറുപ്പ് നിറം തിളങ്ങാൻ തുടങ്ങി, കാലിൻ്റെ കുളമ്പ്. ഗ്രീവ അധിക് ഭംഗിം ഓർ ലച്ചിലി ഹോ ഗയി. ഗ്രീവ എന്ന് പറഞ്ഞാൽ ഗലയാണ്, കഴുത്ത് കുറച്ചും കൂടി വളഞ്ഞ്, ഭംഗിം എന്ന് പറഞ്ഞാൽ വളഞ്ഞ്, ഒരു ലച്ചിലി വഴങ്ങുന്ന തരത്തിൽ, എങ്ങോട്ടും തിരിക്കാൻ പറ്റുന്ന തരത്തിൽ വളർന്നു. ലച്ചിലി എന്ന് പറഞ്ഞാൽ വഴങ്ങുന്ന അർത്ഥം. पीठ में भराव वाला उतार चढ़ाव और സ്നിഗ്ധത ദിക്കായി ദേനെ ലഗി. അതുപോലെ തന്നെ ബാക്ക് സൈഡ്, പീഠ്, പുറത്ത്, ഭരാവ് വാല ഉത്താർ ചടാവ്, കയറ്റിറക്കം പോലെയുള്ള ശരീര പ്രകൃതി, പുറം. ഓർ സ്നിഗ്ധത ദിക്കായി ദേനെ ലഗി, സോഫ്റ്റ്നെസ് ആണ്. സ്നിഗ്ധത എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്നെസ് ആണ്. പുറം ഭയങ്കര സോഫ്റ്റുമായി, കയറ്റിറക്കം പോലെയുള്ള ഒരു തരത്തിലുള്ള ഒരു വളർച്ച കാണാനായിട്ട് സാധിച്ചു. परंतु सबसे अधिक विशेषता तो उसकी आंखों और दृष्टि में मिलती थी. പക്ഷേ ഏറ്റവും വലിയ വിശേഷത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ണുകൾക്കാണ്, അതിൻ്റെ നോട്ടം. आज की कक्षा इतना ही. आशा करता हूँ आप लोगों को आज की कक्षा समझ में आया है. आज हम सोना हिरणी के बारे में, उनकी प्यार के बारे में, वो किसी से दोस्ती किया है, और महादेवी वर्मा के घर में उनके अलावा कौन कौन थे. बिल्ली गोदूली, कुत्ते हेमंत, वसंत, कुत्ती फ्लोरा, और उनके साथ दोस्ती पैदा करती है. और कई वर्ष के बाद सोना हरिण शावक से हरिणी
बन जाते हैं और उनकी शारीरिक विशेषताएं हमने पढ़ा। धन्यवाद।